പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള രാജ്യത്തെ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വിമാന സർവീസുകൾ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി റദ്ദാക്കി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നും ദോഹ, ദുബായ്, ഷാർജ, ദമാം, അബുദാബി, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഗൾഫ് മേഖലകളിൽ നിന്ന് തിരിച്ചുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ അറേബ്യ വിമാനം പാതി വഴിയിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചിറക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർവേസ് വിമാനവും സുരക്ഷാ കാരണങ്ങളാൽ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചു വിളിച്ചു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തിയ നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതോടെ കുടുങ്ങിയത്. ഷാർജയ്ക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, 7:15 ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചെക്കിംഗ് നോക്കിയപ്പോൾ അതിനകത്ത് ബോർഡിൽ കാണിച്ചത് ചെക്കിംഗ് ക്ലോസ്ഡ് എന്നായിരുന്നു. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ക്യാൻസൽ എന്ന്. പക്ഷേ ഒഫീഷ്യൽ മെയിലൊന്നും നമുക്ക് വന്നിട്ടില്ല. ഒഫീഷ്യൽ മെയിൽ വരാതെ പോയാൽ നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മൾ തിരുവല്ലയെന്നാണ് വരുന്നത്. 4 മണിക്കൂർ യാത്ര ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ഇവർ റിപ്പോർട്ട് വരുവാണ് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകാമെന്ന് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. போக 5 மணிக்கூர் வர 5 மணிக்கூர். அவங்களுக்கு ராஜபாளையம் பக்கம் சேத்தூர், எனக்கு தென்காசி மாவட்டத்தில் சங்கரன் கோவில். அப்போ நான் வந்துட்டு இப்போ 4 மணிக்கூர் ஆகி, அப்போ நாளை திங்களாச்சும் நான் டூட்டி ஜாயின் ஆகணும். அப்போ இவ்வளோ ஒரு புத்திமுட்டில் இருக்குன்னு இப்போ ஏரியா வந்து ஒரு இன்ஃபர்மேஷன் இதுவரையும் கிடைச்சிട്ടില്ല. ഇപ്പോൾ நாங்கள் തിരിച്ച് പോയിട്ട് திரும்ப വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നു. ഇപ്പോൾ സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അതത് എയർലൈനുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് യാത്ര ആസൂത്രണം ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.